ഇതാണ് ഞാൻ പറഞ്ഞ ആ കമ്പനി. നിന്റെ ഈ കല്യാണത്തിന് നിന്റെ കൈ വിറയ്ക്കുന്നുണ്ടെന്ന് പറഞ്ഞുകൊണ്ട് മാത്രം ഞാൻ ഇവിടെ കൊണ്ട് നിന്നെ ചേർത്തേക്കുന്നത്. അതെ, ഇവിടെ കൊണ്ടുവന്ന് നീ പഠിച്ചു കഴിഞ്ഞാൽ കല്യാണത്തിന് താലി കെട്ടാനെ കൊണ്ട് നിന്റെ കൈ വിറയ്ക്കത്തില്ല. ഓ, ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ ഇതിനൊക്കെ എന്തിനാ കൂട്ടി നിൽക്കുന്ന അറിയാവോ? എന്തിന്? 2ാം ക്ലാസ് നമ്മൾ ഒരുമിച്ച് പഠിച്ചോണ്ട് കൊണ്ട് മാത്രമാ. നീ പിന്നെ പോയി ഇത്തിരി പോയി പൈസ ഒക്കെ ഉണ്ടാക്കിയല്ലോ. നമ്മൾ ഇപ്പോഴും ഇങ്ങനെ കിടക്കുക. എനിക്ക് ഇപ്പോഴും നിന്നോട് ആ സ്നേഹമുണ്ട്. അതുകൊണ്ടാണ് ഞാൻ ജോലി കളഞ്ഞിട്ട് ഇപ്പം ഇവിടെ വന്ന് നിൽക്കുന്നത്, അറിയാവോ? അജയ്, നിന്നോടൊരു കാര്യം ഞാൻ പറയട്ടെ. ഒരു സെക്കൻഡ് ഫോൺ വിളിക്കുന്നുണ്ടോ? ഞാൻ ജോലിയുടെ കാര്യം പറഞ്ഞു. ജോലി സ്ഥലത്ത് വിളിക്കുന്നുണ്ടോ? സുരേഷേ, ഇന്നലെ നിന്നോട് ഞാൻ പറഞ്ഞായിരുന്നു കേട്ടാ, ഇന്ന് ഞാൻ പണിക്ക് വരത്തില്ലെന്ന്. ഞാൻ പറഞ്ഞില്ല, ഇറ്റലി എൻ്റെ ഒരു കൂട്ടുകാരൻ വന്നെന്ന്. അവനെ കൊണ്ട് ഞാൻ ഇവിടെ ഒരു കമ്പനി വന്ന്. ഈ കമ്പനി ഏത് കമ്പനിയാ? വാടി കൊച്ചി സെന്റ്. അവിടെ ഞാൻ കേട്ടോ. ഓ, വെക്ക്. അതെന്തിനാന്ന് അവിടെ ചോദിക്കണം. എന്റെ അജയ്, നീ ഇത്ര നാളായിട്ടും ഇംഗ്ലീഷ് നിനക്ക് വായിക്കാൻ അറിയത്തില്ലേ? ഇതെന്ത് വരുന്നേക്കുന്ന അറിയാമോ? വെഡിങ് കോച്ചിങ് സെന്റർ. നീ എന്നെ ഇത് പഠിപ്പിക്കാതെ, കൈ വിറയ്ക്കാതെ താലി കെട്ടാൻ എങ്ങനെ പറ്റുന്നു പഠിക്കണ ഇറക്കാം ആദ്യം. അപ്പൊ എന്നെ പഠിപ്പിക്കാൻ നിൽക്കുന്നു. നമസ്കാരം. ഇതെന്ത് പഠിക്കൊണ്ട് നടക്കുക? ഓ, ഇതേ നമ്മുടെ ഒരു കൂട്ടുകാരനെ. അവനൊരു കൊച്ചിനോട് ഇഷ്ടമാ. അവന് ലവ് കിട്ടാൻ അറിയത്തില്ല പോലും. ഓ, നീ അത് പഠിപ്പിക്കാനെ കൊണ്ടാണ്? അത് ആദ്യം ഞാൻ പഠിക്കണ്ടേ. ഓ, ശരി. അപ്പൊ അതൊന്ന് പഠിപ്പിച്ചിട്ടേ. ഇന്നലെ ഞാൻ വിളിച്ചില്ലയോ? രാത്രി 10 മണിക്ക്. ഓ, നിങ്ങളായിരുന്നു വിളിച്ചത്? ഞാനാ വിളിച്ചത്. അത് ശരി. ഞാൻ ചോദിക്കട്ടെ, കൈ നീട്ടി ആരെയൊക്കെ വിറയ്ക്കും നോക്കട്ടെ. അല്ല, എന്റെ എന്തിനാ വിറയ്ക്കുന്നത്? ഇതല്ലേ, ഇതാ പയ്യനല്ലേ? മോനെ, ഇത് കയറിയിരുന്നാട്ടെ. ഒന്നും പേടിക്കണ്ട, മനസ്സിലായോ? കൈവിറക്ക് മാറ്റി തരണം താലി കെട്ടുമ്പോ. അത് കണ്ടോ? ഫോട്ടോയിലിരിക്കുന്ന ആരാന്ന് കണ്ടോ? ആരാ? വിറച്ച് തുള്ളിയാ ഇവിടെ വന്നത്. ഇവിടെ വന്നിട്ട് എൻ്റെ ഇവിടുത്തെ കോച്ച് നല്ലപോലെ അങ്ങേറ്റ് താലി കെട്ടാൻ നേരത്ത് ഒരു വിറയലും ഇല്ലായിരുന്നു, ഒരു തുള്ളലും ഇല്ലായിരുന്നു. പണ്ട് സുഖമായിട്ട് ജീവിക്കുന്നു. ഇവര് ഹണിമൂണിന് പോയിട്ട് ഇവിടെ കാശ്മീരിൽ കൊടും തണുപ്പത്ത് ഒരു തലമുടി പോലും പിന്നെ വിറച്ചിട്ടില്ല. അതുപോലത്തെ കോച്ചിങ്ങല്ലേ നമ്മളിവിടെ കൊടുക്കുന്നതേ. വിവേകന് കൊടുക്കണം. അവിടെ ഇരിക്കും, ഞാൻ പറയാം കേട്ടാ. അതെ, മങ്ക മീൻസ് മാങ്കോ കൊണ്ടുവന്നില്ല. അല്ല പൊട്ടന്മാരെ, പെണ്ണ് മങ്ക എവിടാന്ന്? പെണ്ണ് തൃശ്ശൂര്. പെണ്ണ് കാണാൻ പോയത് തൃശ്ശൂര് തന്നെയാണോ പോയത്? അതെ. പെണ്ണ് കാണാൻ ചെന്ന സമയത്ത് ഉണ്ടായ ഒരു അനുഭവം എന്താണ്? പെണ്ണ് കാണാൻ ഞാൻ വീട്ടിൽ ചെന്നു പെണ്ണിന്റെ. പിന്നെ അപ്പോൾ പെണ്ണ് വന്നിട്ട് എന്റെ മുന്നിൽ വന്ന് ഇങ്ങനെ കാൽ വെച്ച് വട്ടം വരച്ചു. റൗണ്ട് വരച്ചു? അത് എന്തിനാന്ന് അവൻ ചോദിക്കുന്നത്. അതിന്റെ അർത്ഥമോ? അയ്യോ, അവിടെ വട്ടത്തിൽ നീ നിനക്ക് എങ്ങും പോകാൻ പറ്റത്തില്ല. അടിപൊളി, എനിക്ക് അത് മതി. അത് മതി. പിന്നെ എവിടെ നിൽക്കുക? ഞാൻ പറഞ്ഞില്ല, ഇറ്റലി കൊണ്ടുവന്നയാന്ന്. അയ്യോ, നല്ല പാർട്ടി ആയാലും നീ കൊണ്ടുവന്നത്. ഇരിക്കേ, ബാക്കി ചിട്ടളവല്ലോ. പിന്നെ ഞാൻ ലിസ്റ്റ് തന്നായിരുന്നല്ലോ. നമുക്ക് കുറെ സാധനമുള്ള സാധനങ്ങൾ കൊണ്ടുവന്നിട്ടുണ്ട്. ഉണ്ടോ? അതിങ്ങടുത്ത് വെച്ചേ. ഇറ്റലിയിലേ വേറെ പെണ്ണുങ്ങളുമായിട്ട് എന്തെങ്കിലും ചാറ്റിങ്ങോ മെസ്സേജോ വല്ലതും ഉണ്ടോ? ഓ, എനിക്ക് ഗേൾ ഫ്രണ്ട് ഉണ്ട്. അതാ, അവരെ എനിക്ക് ചാറ്റ് ചെയ്യണം. അത് ഇനി മേലെ ആ പരിപാടി നടക്കത്തില്ല. അതുണ്ട്. അത് നടക്കത്തില്ല. കാരണം അത്രയും നമ്പർ ഇനി ഇവിടെ ഏൽപ്പിക്കണം. ഇവിടെ ഏൽപ്പിച്ച് കഴിയുമ്പോൾ ഞാൻ അതിനൊരു സ്റ്റാഫിനെ ഇവിടെ നിർത്തിയിട്ടുണ്ട്. അവരത് ചെയ്തോളും. ഇനി അഥവാ അവർ ചെയ്തില്ലെങ്കിൽ ഈ ജോലി ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ. അപ്പൊ ആ നമ്പർ ഇങ്ങനെ തരണം കേട്ടോ. പിന്നെ ഒരു പ്രതിജ്ഞ ഉണ്ട്, അതോടെ ചൊല്ലണം. കൈ നീട്ട്. പൂമുഖവാതുക്കൽ സ്നേഹം വിടർത്തുന്ന പൂം തിങ്കളാകുന്നു പൂ ചൊവ്വ ആകുന്നു പൂ ബുധനാകുന്നു. ഇങ്ങനെ ഓരോ ദിവസവും അത് തിങ്കളായിരിക്കും. അതായത് വേറെ ആരുമായിട്ട് യാതൊരു വർത്താനം പറയാനൊന്നും പോകത്തില്ല. സത്യം. മനസ്സിലായല്ലോ? മനസ്സിലായി. ഇരിക്കെ, ബാക്കി കാര്യങ്ങൾ പഠിപ്പിക്കാം കേട്ടോ. അയ്യോ, പിന്നെ മുണ്ടെടുക്കാൻ അറിയാവോ? ഇനി മുണ്ടെടുക്കണം. മുണ്ടുണ്ട്. അല്ല, എല്ലാം ഇവിടെ എല്ലാം സെറ്റപ്പ് ഉണ്ട്. എല്ലാം പഠിപ്പിച്ചു വിടുമല്ലോ. ഇതാ വെള്ളമുണ്ട്. ഇതൊന്നും കൊടുക്കാൻ അറിയത്തില്ല. നീ വാടാ ഇങ്ങോട്ട്. നീ മുണ്ട് കൊടുക്കണം. ഞാൻ ഉടുത്ത് വെച്ചേക്കുന്നുണ്ടോ? ഇതേപോലെ നീ മുണ്ട് കൊടുക്കണം കേട്ടാ. ഓക്കെ. ആളെ കൊണ്ടുവന്നതിന്റെ കമ്മീഷനൊക്കെ തരണം കേട്ടാ. ഫ്ലവേഴ്സ് ഒരുക്കുന്ന കാഴ്ച വസന്തം യൂട്യൂബിൽ പ്രേക്ഷകർക്ക് ലൈവായി കാണാം. ഫ്ലവേഴ്സ് കോമഡിയിൽ ജോയിൻ ചെയ്യൂ, ആസ്വദിക്കൂ.